145 സങ്കീർത്തനം തീർച്ചയായിട്ടും വായിച്ചിട്ടുണ്ടാകാം. 150 സങ്കീർത്തനങ്ങളാണ്. അപ്പോൾ അവസാനം കിടക്കുന്ന കുറച്ച് സ്തുതിഗീതങ്ങളാണ്. ദൈവത്തെ ആരാധിക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല ബ്യൂട്ടിഫുള്ളായ കുറച്ച് സങ്കീർത്തനങ്ങളുടെ കളക്ഷനാണ് ഈ 140 മുതലുള്ള കുറച്ച് സങ്കീർത്തനങ്ങൾ. വളരെ സുന്ദരമായ അഭിഷേകം എന്ന് പറഞ്ഞ സങ്കീർത്തനമാണ് 145 Psalm 145. അതൊന്ന് എടുക്കണേ. എന്നിട്ട് അതിനകത്തെ 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിക്കണം. മുഴുവനും വായിക്കണം. ഈ 18 മുതൽ 20 വരെയുള്ള ആ വാക്യങ്ങൾ ഇന്നൊന്ന് നല്ല ശ്രദ്ധയോടെ ഒന്ന് വായിച്ച് നന്നായിട്ടൊന്ന് പ്രാർത്ഥിക്കണം. അവിടെ നമുക്ക് വലിയൊരു വാഗ്ദാനം കർത്താവ് തരുന്നുണ്ട്. എന്താണെന്നറിയോ? തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. നമുക്ക് നമ്മുടെ ചില സാഹചര്യങ്ങളിൽ നമ്മൾ ഒറ്റപ്പെട്ട് പോകുമ്പോഴോ, നമ്മൾ തോറ്റു പോകുമ്പോഴോ, നമ്മളിങ്ങനെ പൊട്ടിക്കരഞ്ഞു പോകുമ്പോഴോ, നമുക്കൊരു ശൂന്യതയൊക്കെ തോന്നുമ്പോഴോ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ആരെങ്കിലുമൊക്കെ ഒന്ന് അടുത്ത് വേണം, നമ്മളോടൊന്ന് സംസാരിക്കണം, നമ്മളെ ഒന്ന് കേട്ടിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മളങ്ങനെ വിളിച്ചാൽ വരാൻ ഒരാളുണ്ടാവില്ല. നമ്മൾ പോയി ഇരുന്നാൽ അവർക്ക് ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. നമ്മളെ കേൾക്കുന്നുണ്ടാകാം, പക്ഷെ അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. ഒരു വാഗ്ദാനം സങ്കീർത്തനത്തിലൂടെ, ഈ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് ബോധ്യം തരികയാണ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക്, ഹൃദയ പരമാർത്ഥതയോടെ, നിഷ്കളങ്കതയോടെ, വിശുദ്ധിയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ്. കർത്താവ് അടുത്തോട്ട് വരുമെന്ന്. നമുക്ക് ചിലപ്പോൾ നമ്മൾ വിളിച്ച ഒരാൾ പോലും, മുമ്പേ പറഞ്ഞ പോലെ ഒരാൾ പോലും നമ്മുടെ അടുത്തേക്ക് വരാനുണ്ടാവില്ല. സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. ഈശോ ഒരു വാഗ്ദാനം തരികയാണ്, വചനം ഒരു വാഗ്ദാനം തരികയാണ്. വിളിക്ക്, ഈശോ അടുത്ത് വരും, കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. തൊട്ടടുത്ത വാക്ക് ഇങ്ങനെ വലിയൊരു പ്രോമിസ്. എന്താണെന്നറിയോ? തൻ്റെ ഭക്തരുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് നിറവേറ്റുന്നു, അവരുടെ പ്രാർത്ഥനകൾക്ക് അവിടുന്ന് ഉത്തരം നൽകുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ ഇത് കേട്ടോണ്ടിരിക്കുന്നു, നമ്മളിങ്ങനെ വിചാരിക്കും, കർത്താവേ എത്ര കാലമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, എത്ര കാലമായി ഇത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു, കിട്ടുന്നില്ലല്ലോ. ഈ വചനമൊക്കെ കേൾക്കുന്ന സമയത്തുണ്ടല്ലോ, ഒരു സംശയം കൂടാതെ അങ്ങ് ഏറ്റെടുത്ത് വിശ്വസിക്കുമ്പോൾ, അത് വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ ആ വചനം ഫലം ചൂടുക തന്നെ ചെയ്യും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെ എന്തോരം വചനങ്ങളാണ് നമ്മളിങ്ങനെ കേട്ട് ചുമ്മാ ബൈപ്പാസ് ചെയ്ത് പോയി കാണും. പക്ഷെ കേട്ട് വിശ്വസിച്ച് ഏറ്റെടുത്ത എല്ലാ വചനവും നമ്മുടെ ജീവിതത്തിൽ 100 മേനി ഫലം ചൂടിയിട്ടുണ്ട്. വിത്ത് വീണു. നമ്മളതിനിങ്ങനെ വളം കൊടുക്കുക എന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ധ്യാനിക്കുക, ആ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക, അത് അഭിഷേകമായിട്ട് മാറും. ഇന്ന് ഈ 145 സങ്കീർത്തനം 18 മുതൽ 20 വരെ നിങ്ങൾ വായിച്ച് പ്രാർത്ഥിക്കും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേൾക്കും, അവൻ സമീപസ്ഥനായിരിക്കും, നിങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സഫലമാക്കി തരും. ഹൃദയപരമാർത്ഥതയോടെ വിശുദ്ധിയോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി. 20ാമത്തെ വാക്യം വളരെ സുന്ദരമാണ്. എനിക്ക് ഈ സങ്കീർത്തനത്തിൽ, ഈ 145 സങ്കീർത്തനത്തിൽ വളരെ ഇഷ്ടപ്പെട്ടു പോയൊരു വാക്യം അതാണ്. തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു. ഇപ്പം നമുക്ക് ആഗ്രഹമുണ്ട്, എന്നെ നോക്കണം ഒരാൾ, എന്നെ പരിപാലിക്കണം. എൻ്റെ കടമോ, എൻ്റെ രോഗമോ, എൻ്റെ പരാജയമോ, എൻ്റെ ആത്മീയ സ്ഥിതികളോ എല്ലാം നല്ല രീതിയിൽ നോക്കി നടത്താൻ എനിക്കൊരാൾ വേണം, ഒരു ഗൈഡ് വേണം, ഒരു സ്പിരിച്വൽ ഗുരു വേണമെന്നൊക്കെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ചിലർക്ക് അത് കിട്ടുന്നു, ചിലർക്ക് കിട്ടാതെ പോകുന്നു. ഈ സങ്കടത്തിൽ നിന്ന് എന്നെ പിടിച്ചെടുത്തോണ്ട് പോകാൻ എനിക്കൊരു ഗൈഡൻസ് തരാൻ ആരെങ്കിലുമൊക്കെ വേണം, അല്ലേ? അത് നല്ലൊരു ഹെൽപ്പും ആയിരിക്കുമല്ലോ. നമുക്ക് എല്ലാവർക്കും കിട്ടുന്നൊരു പ്രോമിസ് ആയത് 145:20. തന്നെ സ്നേഹിക്കുന്നവരെ കർത്താവ് പരിപാലിക്കുന്നു. നിങ്ങൾക്ക് ഈ ലോകത്തിൽ കിട്ടാവുന്ന ഏറ്റവും നല്ല ഗുരു, നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ സ്നേഹം, നിങ്ങൾക്ക് ഈ ലോകത്ത് കിട്ടാൻ പറ്റുന്ന ഏറ്റവും വലിയ ഡിവൈൻ എക്സ്പീരിയൻസ് ഈശോ പരിപാലിച്ചോളും. എൻ്റെ കടത്തെയും, എൻ്റെ രോഗത്തെയും, എൻ്റെ വീട്ടിലുള്ളവരെയും, എൻ്റെ ജോലിയെയും, എൻ്റെ പഠനത്തെയും, എൻ്റെ ക്രൈസിസുകളെയും, എൻ്റെ ട്രോമാറ്റിക് ഓർമ്മകളെയും എല്ലാം ഈശോ നോക്കിക്കോളും, ഈശോ പരിപാലിച്ചോളും. തിരിച്ചാവശ്യപ്പെടുന്ന ഒറ്റ കാര്യം എന്താണെന്നറിയോ? തന്നെ സ്നേഹിക്കുക, ഈശോയെ സ്നേഹിക്കുക. നമ്മൾ ഈശോയോട് ഇങ്ങനെ പറയണ്ട, എന്നെ സ്നേഹിക്കുന്നതൊക്കെ. ഈശോയും വളരെ കൊതിയോടുകൂടി നമ്മളോട് പറയാണ്, തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു. ലെറ്റ് us just love him. ഈശോയെ അങ്ങ് സ്നേഹിക്കുക, എല്ലാം കൊടുത്തങ്ങ് സ്നേഹിക്കുക, അവിടുന്ന് പരിപാലിക്കുക തന്നെ ചെയ്യും. അതൊരു പ്രോമിസാണ്. ആ പ്രോമിസ് അങ്ങ് ഏറ്റെടുത്തോ. ഇത് നമ്മളിന്ന് വലിയ കാര്യങ്ങളൊന്നും ഈശോ ആവശ്യപ്പെടുന്നില്ല. അവിടെ പോ, ഇവിടെ പോ, അങ്ങനെ ചെയ്യും, ഇങ്ങനെ പ്രാർത്ഥിക്കും. ഒന്ന് വളരെ സിമ്പിളായിട്ട്. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റില്ല. ഇത്ര സിമ്പിളായ കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ബൈപ്പാസ് ചെയ്ത് കളയും. ഈശോ ആവശ്യപ്പെടുന്ന ഒരു കാര്യം, വചനം ആവശ്യപ്പെടുന്ന കാര്യം ഇതാ: തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു. നിന്റെ വീടിനെ കർത്താവ് പരിപാലിക്കും, നിന്റെ ജോലിയെ കർത്താവ് പരിപാലിക്കും, നിന്റെ സ്വപ്നങ്ങളെ കർത്താവ് പരിപാലിക്കും, നിന്റെ ശരീരത്തെയും ആത്മാവിനെയും മനസ്സിനെയും നിന്റെ ഈശോ പരിപാലിക്കും. തിരിച്ചാവശ്യപ്പെടുന്ന ഒറ്റ കാര്യമുള്ളൂ: ഈശോയുടെ പ്രിയപ്പെട്ട കുഞ്ഞ് ഈശോയെ സ്നേഹിക്കുക. സങ്കീർത്തനം 145:20 മറന്നുപോകല്. തന്നെ സ്നേഹിക്കുന്നവരെ അവിടുന്ന് പരിപാലിക്കുന്നു. ഈശോ സ്നേഹിക്കാൻ വലിയൊരു കൃപ കിട്ടട്ടെ. ഈശോയുടെ അടുത്തിരിക്കാൻ ഒരു കൃപ കിട്ടട്ടെ. ഹൃദയപരമാർത്ഥതയോടെ ഈശോ വിളിച്ചപേക്ഷിക്കാൻ ഈശോ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം ഇന്ന് ഈ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് തന്നെ നിങ്ങൾക്ക് ഉണ്ടാവട്ടെ. അത് പ്രാർത്ഥിക്കുകയും അനുഗ്രഹിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഈശോയുടെ നാമം നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.